SDPI പിന്തുണയിൽ LDF UDF പോര് മുറുകുകയാണ്. UDFന് SDPIയുടെ വോട്ട് വേണ്ടെന്ന തീരുമാനമാണ് എടുത്തിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. തങ്ങൾ ആരോടും വോട്ട് ചോദിച്ചിട്ടില്ല, ആരുടെയും പിന്തുണ നിയമം തെരഞ്ഞെടുപ്പിൽ ഒന്നും സ്വീകരിച്ചിട്ടില്ല എന്നൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറുപടി നൽകി കഴിഞ്ഞു. ഇപ്പോൾ വിശദവിവരങ്ങളുമായി ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഒരുപക്ഷെ ശ്രീജിത്ത്, BJP ഡീൽ അത് ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് SDPI ഡീലിൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നത്. ഇനി ഇതിൽ ചുറ്റിത്തിരിയും ആയിരിക്കും വരും ദിവസങ്ങളിലും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അനിൽ, വളരെ ഗൗരവമായ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഏറ്റവും ശക്തമായി ഉയർന്ന ഡീൽ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഈ SDPI പിന്തുണ തേടിയതാണ്. നേമത്ത് SDPIയുടെ പിന്തുണ തേടി LDFിൻ്റെ പ്രാദേശിക നേതൃത്വമെങ്കിലും തങ്ങളെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ CPI ലത്തീഫ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് ഇന്നലെ തന്നെ 24 നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം അത് വ്യക്തമാക്കിയിരുന്നു. SDPIയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടാണ് നേമത്ത് നൽകുന്നത്. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിൽ 95 സ്ഥലത്തും SDPI മത്സരിക്കുന്നില്ല. 45 ഇടത്ത് മാത്രമാണ് SDPI മത്സരിക്കുന്നത്. അവിടങ്ങളിൽ നേമത്താണിപ്പോൾ ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലും അവിടെ SDPIയുടെ പിന്തുണ LDFിനായിരുന്നെങ്കിലും ഇത്തരമൊരു പരസ്യ പ്രഖ്യാപനമോ അല്ലെങ്കിൽ SDPIയുടെ പിന്തുണ അഭ്യർത്ഥിച്ച് CPIഎമ്മിൻ്റെയും ഒപ്പം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയും അവരെ സമീപിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ SDPIയുടെ പിന്തുണ അഭ്യർത്ഥിച്ച് സമീപിച്ചു എന്ന കാര്യം SDPI നേതൃത്വം തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇരു പാർട്ടികൾക്കുമിടയിലുള്ള ഒരു സഹകരണത്തിൻ്റെ ബന്ധത്തിൻ്റെ വിവരമാണ് പുറത്തു വരുന്നത്. തീവ്ര വർഗീയ സ്വഭാവമുള്ള സംഘടന എന്ന നിലയിൽ SDPIയോട് അകലം പാലിച്ചിരുന്ന മുന്നണിയാണ് LDFും ഒപ്പം തന്നെ CPIഎമ്മും. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മതനിരപേക്ഷ നിലപാടിൽ ഈ ഇത്തരത്തിലുള്ള അത്തരം നിലപാടുകളെല്ലാം വെള്ളം ചേർത്തുകൊണ്ടാണ് ഈ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്ന വിമർശനമാണ് CPIഎമ്മിന് നേരെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറുകയാണ്. രണ്ടാം ഡീൽ ആരോപണം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ വലിയ ചർച്ചാ വിഷയമാകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശ്രീത്ത്, VD സതീശനെതിരെ ആണ് ഒരുപക്ഷെ ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ ഏറ്റവും രൂക്ഷമായി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ട് വേണ്ട എന്ന് ഒരാൾ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് VD സതീശനാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ രാഷ്ട്രീയ പോരിൽ VD സതീശന് ഒരു വലിയ ഇമേജ് കൂടി, ഒരു പുരസ്കാരം എന്ന നിലയിൽ കൂടി ആ പ്രഖ്യാപനം വരികയാണ്. ദിൽന, തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആണ് SDPIയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു ചർച്ചയായി UDFിനകത്ത് ഉയർന്നു വന്നത്. അത്തരമൊരു ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ SDPIയുടെ പിന്തുണ വേണ്ട എന്ന് തുറന്നു പറയുന്നൊരു സമീപനത്തിലേക്ക് UDF നേതൃത്വം എത്തിയിരുന്നു. അത് UDF നേതൃത്വം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇപ്പോൾ തന്നെ ഈ SDPI CPM ഡീലുണ്ടെന്ന ആരോപണം ആദ്യമായി തുറന്നു പറയുന്നതും മുസ്ലിം ലീഗ് നേതൃത്വമായിരുന്നു. ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ PMS സലാമും KP മജീദും ഒക്കെ അത്തരമൊരു ആരോപണം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനവർ നിദാനമായി പറഞ്ഞത് മങ്കടയിലെയും വേങ്ങരയിലെയും സമീപനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ UDFിൻ്റെ കൂട്ടായ തീരുമാനമാണ് VD സതീശന് SDPIയുടെ വോട്ട് വേണ്ട എന്ന കാര്യം അസന്നിഗ്ധമായി പറയുന്നത് UDFിൻ്റെ കൂട്ടായ തീരുമാനമാണ്. UDFിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനം കൂടിയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സതീശനെടുക്കുന്ന ഈ നിലപാട് ദിലിനെ സൂചിപ്പിച്ച പോലെ വളരെ കയ്യടി കിട്ടാൻ സാധ്യതയുള്ള ഒരു നിലപാടായി ആണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളോട് ഒരുപോലെ അകലം പാലിക്കുമെന്ന് പറയുന്ന CPM SDPIയുടെ വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ എന്നാൽ തങ്ങൾക്ക് ആ വോട്ട് വേണ്ടതില്ല എന്ന ഒരു ധീരമായ സമീപനം VD സതീശനും അദ്ദേഹം നയിക്കുന്ന മുന്നണിയും എടുക്കുന്നു എന്നതാണ് ഈ ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ വർത്തമാനകാല പ്രസക്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.